ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ അതിനൊരു മിനി ബ്രൈഡൽ ലുക്ക് മേക്കപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്താണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എനിക്കിപ്പോൾ ഫസ്റ്റ് ഇപ്പം മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടാണ് ഞാൻ ലാസ്റ്റ് സാരി എടുക്കൂ. അപ്പം നമുക്കിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇതിന് മുന്നിൽ മേലെ എടുത്തിടാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഫുള്ള് ബ്ലൗസ് ഫുള്ള് കൊളായി പോകും ലാസ്റ്റ്. ഞാനൊരു ബനിയൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഐസ് റോളർ വെച്ചിട്ട് നമ്മുടെ മുഖം എപ്പോഴും ജസ്റ്റ് ഒന്ന് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് ഐസ് റോളർ വെറുതെ നമ്മുടെ മുഖത്ത് വെച്ചാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർക്കുമല്ലോ മുഖം, അത് കുറച്ച് കുറക്കാൻ കഴിയും. നമ്മൾ എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് മാത്രം ഇടുന്നതിനെക്കാട്ടി നല്ലത് അതിന് കുറച്ച് മുന്നേ ഒരു ഫേസ് മാസ്കോ അല്ലെങ്കിൽ ഒരു ഐസ് റോളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു സ്കിൻ കെയർ പോലെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലിയർ ആക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതും പ്രത്യേകിച്ച് ചൂട് കാലത്ത് നമ്മൾ രാവിലെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഒരു ഐസ് റോളർ വെച്ചിട്ട് പോയാൽ നമ്മുടെ മുഖം പെട്ടെന്ന് വേർക്കുന്നത് അങ്ങ് ഒഴിവാക്കാൻ. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇട്ടൊരു പണിയാണ്, ഇങ്ങനെ ഐസ് റോളർ വെച്ചാലും അവിടെയുള്ള ഒരു പിമ്പിൾ ഇങ്ങനെ പൊട്ടിയിട്ട് ഫുൾ ബ്ലഡൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്ന സാധനം സൺസ്ക്രീനാണ്. വേറെ ഈ മോയ്സ്ചറൈസർ, സിറം, ടോണർ അതൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം. അതായത് നമ്മൾ സാധാരണ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അതിന് മുന്നേ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് അപ്പേക്ക് ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ ലിപ് ബാം ഇട്ടിട്ട് ലിപ്പൊന്നാണ് നല്ല മോയ്സ്ചറിങ് ആക്കിയിട്ട് വെക്കുക. ഇനിയാണ് എനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള ഒരു പണി, വേറെ ഒന്നുമല്ല, ലെൻസ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഏച്ചീൻ്റെ കല്യാണത്തിന് 3 വർഷം മുന്നേ എൻ്റെ ഏച്ചീൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് ലെൻസ് വെച്ചത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രണ്ടാമത്തെ ടൈം ലെൻസ് വെക്കുന്നത്. എനിക്ക് ലെൻസ് വെച്ചിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും വെക്കൽ തന്നെ. 15 മിനിറ്റിൻ്റെ പരിശ്രമത്തിന് ശേഷം ഒരു കണ്ണിൽ വെച്ചു. ഇനി ഈ കണ്ണ് കൂടി വെക്കണം. ഫൈനലി 2 കണ്ണിലും ലെൻസ് വെച്ച്. അയ്യോ, ഇട്ട മേക്കപ്പ് അടക്കം ഫുൾ പോയി, കണ്ണിന്ന് വെള്ളം വന്നിട്ട്. കൺസീലറാണ് കേസ് അടുത്ത് അപ്ലൈ ചെയ്ത്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ഡാർക്ക് സ്പോട്ട് കുറേ ഉണ്ടോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ കളർ കറക്റ്റ് വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മാത്രം കൺസീലർ വെച്ചിട്ട് ഹൈഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് പ്രൈമർ, കൺസീലർ, സൺസ്ക്രീൻ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഐ മേക്കപ്പാണ് കേട്ടോ. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നമ്മുടെ ഫേസിൻ്റെ ഫുൾ മേക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ലൈറ്റായിട്ട് അധികം തിരിയാത്തൊരു രീതിയിലൊരു ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഐലൈനർ, മസ്കാര, ഇത്രയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. 3 ഫൗണ്ടേഷൻ ഞാൻ എടുത്ത് മിക്സ് ചെയ്യും. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. 3 തോന്നിയ അളവിലാണ് എടുക്കാം. എനിക്കല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഇട്ടാലൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല. എനിക്കിങ്ങനെ എല്ലാം, കാരണം എന്തായാലും 3 സാധനം കൈമേലുണ്ട്. അപ്പം 3 ഉപയോഗിച്ച് തന്ന് എനിക്കൊരു സമാധാനം. പിന്നെ എൻ്റെ മുഖത്തൊരു മാച്ച് ആവുന്ന പോലെ എനിക്ക് അതാണ് തോന്നാറ്. അപ്പം നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ നമ്മളെ കൈനെ കൊണ്ട് ഫേസിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് എല്ലായിടയ്ക്കും ഒന്ന് ആക്കിയ ശേഷം മാത്രം ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഭൂരിഭാഗം ഫൗണ്ടേഷനും ഈ ബ്ലെൻഡറിൽ തന്നെയാണ് ഇട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാധാ ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കോമ്പാക്റ്റിനെക്കാട്ടും നല്ലത് ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ മുഖിങ്ങനെ ഓയിലി ആയിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും ലൂസ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുക. നമ്മളെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സാരി എടുക്കാം. ഞാൻ ഈ അധികമൊന്നും എടുക്കാത്തൊരു സാധനമാണ് കേട്ടോ ഈ സാരി. പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാരി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെങ്കിലും സാരി എടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് തീരെ ഉണ്ടായിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മക്കും ഇല്ല. കോൺഫിഡൻസിൻ്റെ കാര്യമല്ല, ഈ ടൈമും ഇല്ല. കാരണം അമ്മക്കും മാറ്റി ചെയ്യണമല്ലോ. അപ്പം എനിക്ക് എന്തായാലും സാരി ഉടുപ്പിച്ചിട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഒരു ബ്യൂട്ടീഷ്യനെ വെച്ചിട്ട് സാരി ഉടുപ്പിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെയുണ്ട് സാരി ഏകദേശം ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക്
മേക്കപ്പിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്, മുടി കെട്ടാനുണ്ട്, ഓർണമെൻറ്റ്സ് ഇടാനുണ്ട്. ഇനിയും സമയമാണെങ്കിൽ തീരെ ഇല്ലാണ്ട് നമുക്ക് വേഗം ഇനി ബാക്കി ചെയ്യാം. നമ്മളുണ്ടല്ലോ ഈ ഡാർക്ക് കളർ സാരി ഒരു ട്രഡീഷണൽ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റ് കളറ് ലിപ്പ്, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇടുന്ന ആയിരിക്കട്ടെ, ലിപ്പിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അതൊരു ഗ്ലോ ലുക്ക് കൊടുക്കുക. നമ്മുടെ ലിപ്പിൽ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട് നല്ലൊരു ഗ്ലോസി ലുക്ക് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ലിപ്സ്റ്റിക്കിന് മാച്ച് ആക്കിയിട്ടിടാം. മേക്കപ്പ് ഇനി നമുക്ക് ഈ മുടി ഫുള്ളൊന്ന് കെട്ടണം. മുടി കെട്ട് ഈസ് വെരി ടാസ്ക്. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ സാരി ഉടുക്കണം തീരുമാനിച്ചിട്ടും തന്നെ സാരി എങ്ങനെ ഉടുക്കാം, മേക്കപ്പ് എങ്ങനെ ചെയ്യാം, അതെല്ലാം ഞാൻ ഓൾറെഡി മുൻകൂട്ടി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയ ഒരു കാര്യമാണ് മുടി എങ്ങനെ കെട്ടാന്നുള്ളത്. ഒരിക്കൽ ഞാൻ വിചാരിക്കും മുടി ഇങ്ങനെ അയച്ചിടാം, ഒരിക്കൽ ഞാൻ വിചാരിക്കും മുടി ഇങ്ങനെ മടഞ്ഞ് കെട്ടാം. അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ മുടി മടഞ്ഞ് കെട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ എത്തിയത്. പിന്നെ ഞാൻ എൻ്റെ മുടി ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ഹെയർ ഇങ്ങനെ മടഞ്ഞെടുത്തതിനും കെട്ടി കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഈ കേളി ഹെയർ ഇങ്ങനെ മടയുന്നത്. അതുകൊണ്ട് ഞാനൊരു ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് സെറ്റാക്കിയത്. പിന്നെ ഇത് വെച്ചിട്ട് വേണം മുടി കെട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ മുടി കെട്ടി വരുമ്പോൾ മുടി കെട്ടിയിട്ട് ഇത് വെക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കുളമായി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ രാവിലെ തന്നെ എണീച്ച് കുറേ ടൈമൊക്കെ എടുത്ത് മെല്ലെ ചെയ്യാന്ന് വെച്ചാണ്, വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ ഒരു 3 മണിക്കൂറൊക്കെ എടുത്ത് മെല്ലെ സാവകാശം തിരക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാണെന്ന് വെച്ചാണ്. നമ്മൾ എപ്പോഴും ഈ തിരക്കാക്കി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ തിരക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാണെന്ന് വെച്ചാൽ കേട്ടോ. പക്ഷേങ്കിൽ ലാസ്റ്റ് ഞാൻ നന്നായിട്ട് ഉറങ്ങി എണീക്കുന്നത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടൈമില്ല. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെ സ്പീഡിലാണ് കേട്ടോ ഈ മുടിയൊക്കെ ഒന്ന് വേഗം കെട്ടി വെച്ചത്. മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സാധനമായിട്ട് നമ്മുടെ മേലിൽ ഇങ്ങനെ ഇടാൻ തുടങ്ങി. ആദ്യം മാലയിട്ടു, വളയിട്ടു, പിന്നെ അരപ്പട്ട കെട്ടുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സാരി ശരിയാക്കിയിട്ട് കെട്ടിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം അത് നോക്കിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് ഓർമ്മ വന്നത് മുല്ലപ്പ് വെക്കാൻ മറന്നുപോയി എന്നുള്ളത്. അങ്ങനെ പിന്നെ ഈ മടഞ്ഞിട്ടതൊക്കെ കഴിച്ച് ഓരെന്നെ ഫുൾ മുല്ലപ്പൊക്കെ വെച്ച് എനിക്ക് ഈ മടയുന്നതിൻ്റെ നടുക്കൂട്ടി ഇങ്ങനെ മുല്ലപ്പൊക്കെ വരണമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവർ ലാസ്റ്റ് സെറ്റാക്കി വെച്ചതെന്ന്. പിന്നെ ലാസ്റ്റ് ഒരു മാട്ടിയും കമ്മലും കൂടി ഇട്ടാൽ നമ്മുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ എൻ്റെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഒറ്റൊരു കാര്യം ഉണ്ട്, ലാസ്റ്റ് ആയിട്ടൊരു സെറ്റിംഗ് സ്പ്രേ. അപ്പം ഗൈസ് 11:15 എങ്ങനെയാണ് മുഹൂർത്തം. ഇപ്പം തന്നെ സമയം 11 മണി കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗൈസ് ഞാൻ പോയിട്ട് വരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ഇത്രയുള്ള ഗൈസ്, ബൈ.